ഹായ് ഓൾ, എല്ലാവർക്കും ഇൻഫോസ്ഫിയറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ വൈ ഗേൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഇത് എഴുതിയിരിക്കുന്നത് മഹാശ്വേത ദേവിയാണ്. ഒരുപാട് ബ്രൈറ്റ് ആയിട്ടുള്ള ക്യൂരിയസ് ആയിട്ടുള്ള മൊയ്ന എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയുടെ കഥയാണിത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. ബട്ട് വൈ? ദ ക്വസ്റ്റ്യൻ കെയിം ഫ്രം എ സ്മോൾ ഗേൾ അബൌട്ട് 10 years old. ഷീ വാസ് ചേസിങ് എ ലാർജ് സ്നേക്ക്. നമ്മുടെ കഥ തുടങ്ങുന്നത് തന്നെ ഒരു ചോദ്യത്തിൽ നിന്നാണ്. എന്തുകൊണ്ട് എന്നാണ് നമ്മുടെ കുട്ടി ചോദിക്കണേ. ഈ ക്വസ്റ്റ്യൻ വരുന്നത് ഒരു 10 വയസ്സുള്ള കുട്ടിയുടെ നിന്നാണ്. ആള് ഒരു പാമ്പിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. I ran after her, grabbed her plate and held her back, shouting, "No, Moina, don't!" പാമ്പിന്റെ പിന്നാലെ പോയ മൊയിനെ കണ്ട ഞാൻ ഓടിച്ചെന്ന് അവളുടെ മെടഞ്ഞ മുടി പിടിച്ചു വലിച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു. Why shouldn't I? She asked. അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ അപ്പം തന്നെ മൊയിനെ തിരിച്ചു ചോദിച്ചു, അതെന്താ എനിക്ക് ചെയ്താല്? It is not a grass snake or a rat snake. It's a cobra, I replied. ഇങ്ങനെ എന്തുകൊണ്ട് ഞാൻ ചെയ്തുകൂടാ എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യത്തിന് ഞാൻ ഇങ്ങനെയാണ് ഉത്തരം പറഞ്ഞത്. അതൊരു ഗ്രാസ് സ്നേക്കോ റാറ്റ് സ്നേക്കോ ഒന്നും അല്ല, അതൊരു കോബ്രയാണ്. വൈ ഷുഡിന്റ് ഐ ക്യാച്ച് എ കോബ്ര? ഞാൻ എന്താ കോബ്രയെ പിടിച്ചാല് എന്നായിരുന്നു നമ്മുടെ മൊയിനയുടെ ചോദ്യം. വൈ ഷുഡ് യു? ഐ വിൽ. എന്തിനാ നീ ഇത് പിടിക്കാൻ പോണേന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്തായാലും പിടിക്കും എന്നാണ് വളരെ അനുസരണയുള്ള മൊയ്ന പറയുന്നത്. ഐ ഡ്രാഗ്ഡ് മൊയ്ന ബാക്ക് ടു ദ സമിതി ഓഫീസ് വേർ ഐ വർക്ക്ഡ്. ഞാൻ വർക്ക് ചെയ്യുന്ന സമിതി ഓഫീസിലേക്ക് എങ്ങനെയൊക്കെയോ വലിച്ചയച്ച് മൊയ്നെ കൊടുത്തു. ഹർ മദർ കിരി വാസ് ദേർ വീവിംഗ് എ ബാസ്കറ്റ്. മൊയ്നയുടെ അമ്മയായിട്ടുള്ള കിരി അവിടെ ബാസ്കറ്റ് നെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദ സമിതി വാസ് എ പ്ലേസ് വേർ പീപ്പിൾ കുഡ് കം ടു ലേൺ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ആൻഡ് സിംപ്ലി ടു സിംഗ് ആൻഡ് ഡാൻസ് ടുഗെദർ. സമിതി എന്ന് പറയുന്ന സ്ഥലം ആളുകൾക്ക് എഴുതാനും വായിക്കാനും ഒക്കെ പഠിക്കാൻ വരാം. മാത്രമല്ല അവിടെ വെറുതെ ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും ഒക്കെ വരാം. കം, ഐ സെഡ് ടു മൊയ്ന, കം ആൻഡ് റെസ്റ്റ് ഫോർ എ ലിറ്റിൽ വൈൽ. ഇവരും ഇവിടെ ഇരിക്കൂ, കുറച്ചു നേരം റെസ്റ്റ് എടുക്കൂ എന്നാണ് ഞാൻ അവളോട് പറഞ്ഞത്. അത് പറഞ്ഞ പാടെ മൊയ്ന എന്നോട് ചോദിച്ചു, വൈ? എന്തിനാ ഞാൻ റെസ്റ്റ് എടുക്കണേ എന്നാണ് മൊയ്നയുടെ ചോദ്യം. ആറന്റ് യു ടയേർഡ്? ഐ ആസ്ക്ഡ്. നിനക്ക് ക്ഷീണല്ലേ എന്നാണ് ഞാൻ ചോദിച്ചേ. മൊയ്ന ഷുക്ക് ഹർ ഹെഡ് വിഗറസ്ലി. ഇങ്ങനെ തലാട്ടിക്കൊണ്ട് പറഞ്ഞു, ഇല്ല, എനിക്ക് ക്ഷീണമില്ല, എനിക്ക് റെസ്റ്റ് ചെയ്യണ്ട എന്നാണ് മൊയ്ന പറഞ്ഞത്. എന്നിട്ട് ഒരു ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് മൊയ്ന അവരോട് ചോദിച്ചത്. ഹു വിൽ ബ്രിങ് ദ ഗോഡ്സ് ഹോം, കളക്ട് ഫയർവുഡ്, ഫെച്ച് വാട്ടർ ആൻഡ് ലേ ട്രാപ്സ് ഫോർ ബേർഡ്സ്. ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്താല് ആര് ആടുകളെ വീട്ടിൽ കൊണ്ടുവരും? ആര് വിറക് കളക്ട് ചെയ്യും? ആര് വെള്ളം കൊണ്ടുവരും? ആര് കിളികൾക്ക് കെണി വെക്കും? ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതിനാണ് ഇത്ര അധികം ചോദ്യങ്ങൾ പിന്നാലേക്ക് വരുന്നത്. Came the questions one after another. Moina tended the goats of Babus, the village landlords. വില്ലേജ് ലാൻഡ്ലോഡ്സിന്റെ ആടുകളെയൊക്കെ പരിപാലിച്ചിരുന്നത് നമ്മുടെ മൊയ്നയാണ്. സോ എന്തായാലും മൊയ്ന ഒരു വഴിക്ക് പോവല്ലേ. അപ്പൊ മൊയ്നയുടെ അമ്മ പറഞ്ഞു, മൊയ്ന, ഡോണ്ട് forget to thank the babu for the rice he sent us, said Kiri. അപ്പോൾ കിരി പറഞ്ഞു, മൊയ്ന, നമുക്കന്ന് അരി തന്ന ബാബുവിനോട് താങ്ക് യു പറയാൻ മറക്കല്ലേ എന്ന്. ഈ പറഞ്ഞത് മൊയ്നയ്ക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ല. അപ്പൊ മൊയ്ന പറഞ്ഞു, വൈ ഷുഡ് ഐ? ഡോണ്ട് ഐ സ്വീപ് ദ കൗഷഡ് ആൻഡ് ഡു 1,000 jobs for him? Does he ever thank me? Why should I? ഞാൻ ആളുടെ പശുത്തൊഴുത്തൊക്കെ വൃത്തിയാക്കി കൊടുത്തിട്ടില്ലേ? 1000 ജോലികൾ ആൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്തില്ലേ? എന്നെങ്കിലും ആൾ എന്നോട് താങ്ക് യു പറഞ്ഞിട്ടുണ്ടോ? പിന്നെ ഞാൻ എന്തിനാ താങ്ക് യു പറയണേ? Saying this, മൊയ്ന ran off. ഇത് പറഞ്ഞിട്ട് മൊയ്ന ഒറ്റോട്ടം കൊടുത്തു. Moina had a number of other questions. She put these questions to people around her. മൊയ്നയ്ക്ക് ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൾ ചുറ്റുമുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിക്കും. അവരുടെ ഉത്തരങ്ങളിൽ കൂടെയാണ് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മുടെ മൊയ്ന കണ്ടുപിടിക്കുന്നത്. Why do I have to walk so far to the river to fetch water? എനിക്ക് എന്താ നദിയിൽ നിന്ന് വെള്ളം കളക്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരുപാട് ദൂരം നടന്നു പോകേണ്ടി വരുന്നേ? Why do we live in a leaf hut? ഞങ്ങൾ എന്താ അങ്ങനെ ചെറിയൊരു കുടില് താമസിക്കണേ? വൈ കാൺ വി ഈറ്റ് റൈസ് ട്വൈസ് എ ഡേ? എന്താ ഞങ്ങൾക്ക് ഒരു ദിവസം 2 നേരം ചോറുണ്ണാൻ പറ്റാത്തത്? ഇതൊക്കെയാണ് മൊയ്ന ചോദിക്കാറുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. നോ വണ്ടർ ദ പോസ്റ്റ് മാസ്റ്റർ കോൾഡ് ഹർ ദ വൈ ഗേൾ. ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കൊണ്ട് പോസ്റ്റ് മാസ്റ്റർ അവൾക്കിട്ട ചെല്ലപ്പേരാണ് ദ വൈ ഗേൾ എന്ന് പറയുന്നത്. വൺ ഡേ മൊയ്ന കെയിം ടു ലിവ് വിത്ത് മീ ഇൻ മൈ ഹട്ട്. ഒരു ദിവസം മൊയ്ന എന്റെ കുടിലേക്ക് താമസിക്കാനായിട്ട് വന്നു. അവർ സമിതി ടീച്ച മാലതി സെഡ് ടു മീ, ഷീ വിൽ എക്സോസ്റ്റ് യു വിത്ത് ഹർ വോയിസ്. സോ മാലതി ടീച്ചർ എനിക്കൊരു വാർണിംഗ് തന്നു, ഇന്ന് നിന്നെ ചോദ്യം ചോദിച്ച് കുഴപ്പിക്കും എന്ന്. ബട്ട് ഐ ഹാഡ് എ വണ്ടർഫുൾ ടൈം വിത്ത് മൊയ്ന. പക്ഷെ എനിക്ക് മൊയ്നയായിട്ടുള്ള സമയം ഒരുപാട് ഇഷ്ടപ്പെട്ടു. വൺ നൈറ്റ് ഷീ ആസ്ക്ഡ് മീ, വൈ ഡു യു റീഡ് ബുക്സ് ബിഫോർ യു ഗോ ടു സ്ലീപ്പ്? ഒരു ദിവസം രാത്രി അവൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്താ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പുസ്തകം വായിക്കുന്നേ? Because books have the answers to your whys. അപ്പോൾ ഞാൻ അവളോട് ഉത്തരം പറഞ്ഞു, പുസ്തകങ്ങൾക്ക് നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തരാനായിട്ട് സാധിക്കും. And for once, Moina was silent for a moment.
അങ്ങനെ ഒരു നിമിഷ നേരത്തേക്ക് മൊയ്ന സൈലന്റായി, നിശബ്ദയായി. Then she said, I will learn to read and find the answers to my questions. അത് കഴിഞ്ഞ് കുറച്ചു നേരം ആലോചിച്ചിട്ട് മൊയ്ന പറഞ്ഞു, ഞാൻ എന്തായാലും വായിക്കാൻ പഠിക്കും, എന്നിട്ട് എൻ്റെ എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരവും പുസ്തകങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കും. When Moina graced the gods, she told the other children all that she had learned from me. അങ്ങനെ മൊയ്ന ആടുകളെ മേയ്ക്കാൻ കൊണ്ടുവന്ന സമയത്ത് മറ്റു കുട്ടികൾക്ക് എന്നിൽ നിന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. മെനി സ്റ്റാർസ് ആർ ബിഗർ ദാൻ ദ സൺ. ഒരുപാട് നക്ഷത്രങ്ങൾ സൂര്യനേക്കാൾ വലുതാണ്. ബട്ട് ദേ ആർ ഫാർ അവേ. പക്ഷെ അവർ ഒരുപാട് ദൂരെയാണ്. സോ ദേ ലുക്ക് സ്മോൾ. അതുകൊണ്ടാണ് അവരെ ചെറുതായിട്ട് കാണുന്നത്. ദ സൺ ഇസ് നിയറർ, സോ ഇറ്റ് ലുക്സ് ബിഗർ. സൂര്യൻ നമുക്ക് അടുത്താണ്, അതുകൊണ്ടാണ് അതിനെ വലുതായിട്ട് തോന്നുന്നത്. ദ ഫിഷ് ഡു നോട്ട് സ്പീക്ക് ലൈക്ക് us. മീനുകള് നമ്മുടെ പോലെ സംസാരിക്കില്ല. ദേ ഹാവ് എ ഫിഷ് ലാംഗ്വേജ് വിച്ച് ഇസ് സൈലന്റ്. അവർക്ക് ഒരു ഫിഷ് ലാംഗ്വേജ് ഉണ്ട്, അത് സൈലന്റ് ആണ്, നിശബ്ദാണ്. ദ എർത്ത് ഇസ് റൗണ്ട്. ഡിഡ് യു നോ ദാറ്റ്? ഭൂമി ഉരുണ്ടതാണ്, നിങ്ങൾക്കറിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ചുറ്റുമുള്ള കുട്ടികൾക്ക് താൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മൊയ്ന പറഞ്ഞു കൊടുത്തു. ഐ റിട്ടേൺ ടു ദ വില്ലേജ് a year later. ഒരു വർഷത്തിന് ശേഷം ഞാൻ ആ ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി. One evening, I visited Moina at her home. ഒരു ദിവസം വൈകിട്ട് ഞാൻ മൊയ്നയെ അവളുടെ വീട്ടിൽ വെച്ച് വിസിറ്റ് ചെയ്തു. She was sitting in the kitchen with her little sister and elder brother and speaking to them like a teacher. സോ ഞാൻ അവിടെ എത്തിയപ്പോൾ കണ്ടത് മൊയ്ന കിച്ചണിൽ ഇരിക്കുകയാണ്. അവിടെ അവളുടെ അനിയത്തിയുണ്ട്, ചേട്ടനുണ്ട്. അവരുടെ അടുത്ത് ഒരു ടീച്ചറുടെ മാതിരി അധികാരത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. യു കട്ട് 1 tree and plant another 2. നിങ്ങൾ ഒരു മരം വെട്ടിയാൽ 2 മരം വെക്കണം. യു വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ യു ഈറ്റ്. ഡു യു നോ വൈ? നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് കൈ കഴുകണം. എന്താണെന്നറിയോ? യു വിൽ ഗെറ്റ് എ സ്റ്റൊമക് ഏക്ക് ഇഫ് യു ഡോണ്ട്. നിങ്ങൾ കൈ കഴുകിയില്ലെങ്കിൽ നിങ്ങൾക്ക് വയറുവേദന വരും. യു നോ നത്തിങ്. ഡു യു നോ വൈ? നിങ്ങൾക്കൊന്നും അറിയില്ല. എന്താണെന്നറിയോ? ബിക്കോസ് യു ഡോണ്ട് അറ്റൻഡ് ക്ലാസ്സസ് അറ്റ് ദ സമിതി. കാരണം നിങ്ങൾ സമിതിയിലെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാറില്ല. മൊയ്ന വാസ് ഗിവിംഗ് ആൻസേഴ്സ് ടു ഓൾ ഹെർ വൈസ്. ഇപ്പോൾ സമിതിയിൽ പോയി പഠിച്ചതിന് ശേഷം മൊയ്നയുടെ എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ മൊയ്ന കണ്ടുപിടിച്ചു. When a primary school was set up in the village, Moina was the first girl to be admitted. അവരുടെ ഗ്രാമത്തിൽ ഒരു പ്രൈമറി സ്കൂൾ വന്നപ്പോൾ മൊയ്നയായിരുന്നു അവിടെ അഡ്മിഷൻ എടുക്കുന്ന ആദ്യത്തെ പെൺകുട്ടി. മൊയ്ന is 18 now. മൊയ്നയ്ക്ക് ഇപ്പോൾ 18 വയസ്സായി. She teaches at the Samiti. ഇപ്പൊ സമിതിയിൽ അവൾ പഠിപ്പിക്കുന്നുണ്ട്. If you pass by, you are sure to hear her impatient, demanding voice. Don't be lazy. Ask me questions. Ask me why mosquitoes should be destroyed. Why the pole star is always in the northern sky. നിങ്ങൾ എങ്ങാനും പരിസരത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എന്തായാലും അവളുടെ ഒട്ടും ക്ഷമയില്ലാത്ത വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള വോയിസ് കേൾക്കാം. ഡോണ്ട് ബി ലേസി. ഇങ്ങനെ മടി പിടിക്കരുത്. ആസ്ക് മീ ക്വസ്റ്റ്യൻസ്. എന്നോട് ചോദ്യങ്ങൾ ചോദിക്കൂ. എന്തുകൊണ്ടാണ് കൊതുകുകളെ നശിപ്പിക്കേണ്ടത്? എന്തുകൊണ്ടാണ് പോൾ സ്റ്റാർ എപ്പോഴും നോർത്തേൺ സ്കൈയിൽ കാണുന്നത്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്നോട് ചോദിക്കൂ, ഇങ്ങനെ മടി പിടിച്ചിരിക്കാണ്ടേ എന്നാണ് നമുക്ക് അവിടെ നിന്ന് കേൾക്കാൻ പറ്റുക. ആൻഡ് ദ അതർ ചിൽഡ്രൻ ടു ആർ ലേണിംഗ് ടു ആസ്ക് വൈ. മറ്റു കുട്ടികളും മൊയ്നയുടെ പോലെ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊയ്ന ഡസൻ നോ ഐ ആം റൈറ്റിംഗ് ഹർ സ്റ്റോറി. മൊയ്നയ്ക്ക് അറിയില്ല ഞാൻ മൊയ്നയുടെ കഥയാണ് എഴുതാൻ പോണേന്ന്. ഇഫ് ഷീ ഡിഡ് ഷീ വുഡ് ആസ്ക് റൈറ്റിംഗ് അബൌട്ട് മീ വൈ. ഇനി എങ്ങാനും അവൾ അറിഞ്ഞാൽ അവൾ എന്നോട് ചോദിക്കും, എന്നെ പറ്റിയിട്ടാണോ കഥ എഴുതണേ, എന്തിന് എന്ന് ചോദിക്കും. സോ ഇതാണ് നമ്മുടെ മൊയ്നയുടെ കഥ. ഇതിൽ കുറച്ചധികം ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വൈകാതെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.